അത് നമ്മൾ ചെയ്തിരിക്കും. എടോ സ്വാമി, എന്റെ കുഞ്ഞ് ജയിലിൽ കയറാൻ തന്നെ കാരണക്കാരൻ ഈ യോഹന്നാനാ. ജയിലിൽ കയറ്റിയിട്ടും അവൻ എന്തൊക്കെ കാണിച്ചു. കള്ളക്കേസി കുടിക്ക് ജയിലിൽ കയറ്റിയതും പോരാ, കേറിയ അന്ന് തന്നെ ജയിലിനകത്ത് വെച്ച് അവൻ എന്റെ കൊച്ചിനെ സ്കെച്ച് ചെയ്തില്ലേ. എന്റെ കുഞ്ഞിനെ 4 ചുവരുകൾക്കുള്ളിൽ എന്നേക്കുമായിട്ട് തല്ലിച്ചതച്ചിടാമെന്നായിരുന്നു അവന്മാരുടെ ചിന്ത. അതിന് അവരൊരുക്കിയ പത്മവ്യൂഹത്തിൽ നിന്നും എന്റെ മകന്റെ കൈക്കരുത്തും മനക്കരുത്തും കൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടത്. ഇനിയിപ്പോ അവൻ ജയിലിൽ നിന്ന് വന്നാലും എവരെവരുടെ കയ്യാങ്കളി അവന്റെ നേരെ എടുക്കുമെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനൊരു പേര് എന്റെ കുഞ്ഞിനിട്ടത്. സൂര്യഭഗവാൻ കർണന്റെ രക്ഷയ്ക്കായി നൽകിയത് കവചകുണ്ടലമാണെങ്കിൽ ഞാൻ എന്റെ മകന്റെ രക്ഷയ്ക്കായി നൽകിയത് സംഹാരമൂർത്തിയുടെ പേരാ. അളന്ന് കുറിച്ച് അറിഞ്ഞിട്ട് കൊടുത്ത പേര് ശിവൻ. ശിവൻ ശിവൻ ശിവൻ. ശിവൻ രക്ഷയുടെ മൂർത്തിഭാവം. കാലത്തെ ജയിക്കുന്ന കാലഭൈരവൻ. അതുകൊണ്ട് തന്നെ ഒരായുധവും അവന്റെ ആയുസിനെ എടുക്കില്ല. ഒരു ശക്തിക്കും അവനെ കീഴ്പ്പെടുത്താനും പറ്റില്ല. നാട്ടിലായാലും ജയിലിലായാലും എന്റെ മകൻ ശിവൻ രാജാവായിരുന്നടോ. ആ സ്ഥാനം ആരും ചുമ്മാ കൊടുത്തതൊന്നുമല്ല, അവൻ നേടി വാങ്ങിച്ചതാ. അതിന് കാരണവും ഈ യോഹന്നാൻ തന്നെയാ. ശിക്ഷ കിട്ടി ജയിലിലേക്ക് കാലെടുത്ത് കുത്തിയ എന്റെ കൊച്ചിനെ സ്വീകരിച്ചത് ആരാടോ? ജയിൽ വാർഡൻ ഫ്രാങ്കോ എന്ന ഫ്രാൻസിസ്. യോഹന്നാന്റെ ഇളയപ്പന്റെ മോന്റെ മോൻ. എങ്ങനെയാണോ സ്വീകരിച്ചത്? ശിവൻ ആരാണെന്നും എന്താണെന്നും എന്തൊക്കെ ചെയ്യുമെന്നും അന്ന് ജയിലിനകത്തുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തു ഈ ഫ്രാൻസിസും അവന്റെ പോലീസുകാരും കൂടി.